ഹലോ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിന്റെ ദുറൂസിൽ ഇഹ്സാനിലെ റിദ്ദ, എന്താണ് റിദ്ദ എന്ന് നമ്മൾ പാഠത്തിൽ മനസ്സിലാക്കി. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിയ്യത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിനാണ് റിദ്ദ എന്ന് പറയുന്നത്. റിദ്ദ സംഭവിച്ചയാളാണ് മുർത്തദ്. അപ്പൊ അത് മനസ്സിലാക്കാം. മുർത്തദായാൽ അതുവരെ ചെയ്ത എല്ലാ നന്മകളുടെയും പ്രതിഫലം നഷ്ടപ്പെടും. അവന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കുകയോ മുസ്ലിങ്ങളുടെ ഖബറിസ്ഥാനിൽ അവനെ മറവ് ചെയ്യുകയോ ഇല്ല. അവൻ ശാശ്വതമായ നരകത്തിൽ വസിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ പാഠത്തിൽ മനസ്സിലാക്കുന്നത്. നമുക്കതിന്റെ തദ്രിബാത്ത് നോക്കാം. ഒന്നാമത്തത് ഉത്തരം എഴുതാനാണ്. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഏതാണ്? ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ്. ഇസ്ലാം എന്ന് നമുക്കവിടെ എഴുതാം. അടുത്ത രണ്ടാമത്തെ ചോദ്യം, റിദ്ദ എന്നാൽ എന്ത്? നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിയ്യത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിനാണ് റിദ്ദ എന്ന് പറയുന്നത്. റിദ്ദത്തിന്റെ കാരണങ്ങൾ റിദ്ദത്തിന്റെ കാരണങ്ങൾ അള്ളാഹുവിനെ നിഷേധിക്കുക, അള്ളാഹുവിന്റെ പ്രവാചകരെ നിഷേധിക്കുക, അല്ലാഹുവിനല്ലാതെ സുജൂദ് ചെയ്യുക, 5 നേരത്തെ ഫർള് നിസ്കാരങ്ങൾ പോലുള്ള കാര്യങ്ങൾ നിഷേധിക്കുക, വിവാഹം കച്ചവടം പോലുള്ളവ ഇസ്ലാം ഹലാലാക്കിയ കാര്യങ്ങൾ ഹറാമാണെന്ന് പറയുക, വ്യഭിചാരം മദ്യപാനം പോലുള്ള ഇസ്ലാമിലെ ഹറാമായ കാര്യങ്ങൾ ഹലാലാണെന്ന് പറയുക, മുസ്ലിമിനെ കാഫിറാക്കുക, ശർഈയായ ഇൽമുകൾ എഴുതപ്പെട്ടതിനെ മാലിന്യത്തിലിടുക എന്നിവ റിദ്ദത്തിന്റെ കാരണങ്ങൾക്ക് ഉദാഹരണങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അവിടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിയ്യത്ത് കൊണ്ടും റിദ്ദ സംഭവിക്കാം. അതാണ് റിദ്ദത്തിന്റെ കാരണങ്ങൾ. മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്തത് പൂരിപ്പിക്കാനാണ്. തവഫനി മുസ്ലിമൻ വ അൽഹിഖിനി ബിസ്സാലിഹീൻ. പൂർത്തിയാക്കി കൊടുക്കാം. തവഫനി മുസ്ലിമൻ വ അൽഹിഖിനി ബിസ്സാലിഹീൻ. അടുത്ത പൂരിപ്പിച്ച ആശയം എഴുതാനാണ്. ഇന്നദ്ദീന ഡേഷ് ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. എന്താണ് ആശയം? അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ്. അപ്പൊ അത്രയാണ് ഇതിന്റെ തദ്രിബാത്തിൽ വന്ന കാര്യങ്ങൾ. എല്ലാവരും മനസ്സിലാക്കുക, എഴുതുക, പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കുക. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.